മെയ് 1 തൊഴിലാളി ദിനം, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനം കൂടെ. ഒരു വ്യക്തിയെപ്പറ്റി ഏറ്റവും വിശിഷ്ടമായ വിശേഷണം എപ്രകാരമായിരിക്കണം? അയാൾ കാരുണ്യവാനാണ്, അയാൾ നീതിമാനാണ് എന്നീ രണ്ട് വിശേഷണങ്ങളായിരിക്കണം ഒരു വ്യക്തിയെ വിവരിക്കുവാൻ ഏറ്റവും ഉത്തമമായത്. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പറ്റി തീർച്ചയായും അപ്രകാരമുള്ള ഈ രണ്ട് വിശേഷണങ്ങൾ ഏറ്റവും യോജിച്ചതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്ന വിധത്തിൽ അയാൾ നീതിമാനായിരുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, ആ ജീവിതം ഉടനീളം ഒരു കാരുണ്യത്തിൻ്റെ ബഹിസ്ഫുരണമായിരുന്നു. ഫ്രാൻസിസ് പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിച്ചപ്പോൾ ഇറക്കിയ മിസെരിക്കോർദിയ വുൾത്തൂസ്, കാരുണ്യത്തിന് മുഖം എന്ന പ്രബോധന രേഖയും കാരുണ്യവർഷത്തിൻ്റെ സമാപനത്തിൽ ഇറക്കിയ മീസെര എറ്റ് മിസെരിക്കോർദിയ അഥവാ കാരുണ്യവും ദൈന്യതയും എന്ന ആ പ്രബോധന രേഖയുമൊക്കെ ഈ കാരുണ്യവും നീതിയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വിവരണങ്ങളുണ്ട്. ഉദാഹരണമായി കാരുണ്യത്തിൻ്റെ മുഖം മിസെരിക്കോർദിയ വുൾത്തൂസ് എന്ന ഈ പ്രബോധന രേഖയുടെ 20-ാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ വിവരിക്കുന്നു, ഈ ഘട്ടത്തിൽ നീതിയും കാരുണ്യവും തമ്മിലുള്ള ബന്ധം അനുസ്മരിക്കുന്നത് അസ്ഥാനത്തായിരിക്കുകയില്ല. ഇവ രണ്ട് വിരുദ്ധ യാഥാർത്ഥ്യങ്ങളല്ല, പ്രത്യുത സ്നേഹത്തിൻ്റെ പൂർണ്ണതയുടെ പാരമ്യത്തിലെത്തുന്നതുവരെ ക്രമാനുഗതമായി വളർന്നു വരുന്ന ഏക യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് മാനങ്ങളാണെന്ന് വിവരിക്കുന്നു. 21-ാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ പറയുന്നു, കാരുണ്യം നീതിക്ക് എതിരല്ല. അങ്ങനെ കാരുണ്യവും നീതിയും വളരെ സമഞ്ജസമായി സമന്വയിക്കപ്പെട്ട വിശിഷ്ടമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഈ കാരുണ്യത്തെയും നീതിയെയും പറ്റി നാം വിചിന്തനം ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് വിലയിരുത്തുവാൻ ഉള്ള അവസരം കൂടെയാണ്. എങ്ങനെയാണ് ഒരു കാരുണ്യവാൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം? എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലെ നീതിബോധം? നസ്രത്തിലെ ആ കൊച്ചു കുടുംബത്തിലെ കാരണവർ, ആ കുടുംബനാഥൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് തൻ്റെ അനുദിന ജീവിതത്തിൽ പാലിച്ചിരുന്ന ആ കാരുണ്യത്തിൻ്റെ പ്രകടനവും ഒരു മരപ്പണിക്കാരൻ എന്ന നിലയ്ക്ക് അനുദിന ജീവിതത്തിൽ കഷ്ടപ്പാടും യാതനയും സ്വീകരിക്കേണ്ടി വരുമ്പോഴും അദ്ദേഹം എന്നും പാലിച്ചിരുന്ന ആ നീതിബോധവും എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ ഒരു അളവുകോലായി സ്വീകരിക്കാനാകുമോ? അതുപോലുള്ള ഒരു കാരുണ്യത്തിൻ്റെ ജീവിതം, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലുള്ള ഒരു നീതിബോധത്തോടു കൂടിയുള്ള പ്രവർത്തന ശൈലി എനിക്ക് സ്വന്തമാക്കാനാകുമോ? ഇതാണ് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ട ചിന്തകളിലൊന്ന്. തൊഴിലിനെ പറ്റി നാം വിചിന്തനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ തൊഴിൽ മേഖലയിലെ നീതിബോധത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രബോധന രേഖയുണ്ട്. വളരെ വിപ്ലവാത്മകമായ ഒരു ദർശനം സമ്മാനിക്കുന്ന ഒരു സഭാ പഠനം. ഭാഗ്യസ്മരണാർഹനായ ലിയോ 13-ാമൻ മാർപ്പാപ്പ 1891 പുറപ്പെടുവിച്ച
റേരും നൊവാരും എന്ന ഒരു ചാക്രിക ലേഖനം. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. 1886 ചിക്കാഗോ തൊഴിൽ സമരത്തിന് പിന്നാമ്പുറമായിട്ടാണ് ഈ പ്രബോധന രേഖ വരുന്നത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതി 2017 അതിൻ്റെ മെയ് ദിന സന്ദേശത്തിൽ ഈ ഒരു പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. മനുഷ്യർക്ക് തെല്ലും പ്രാധാന്യം നൽകാതെ അവരുടെ അധ്വാനശേഷിയെ പരമാവധി പ്രയോജനപ്പെടുത്തി ലാഭം വർദ്ധിപ്പിച്ച് ധനശേഷി കൂട്ടാൻ വ്യവസായ ഉടമകൾ പ്രകടമാക്കിയ ആർത്തിക്കെതിരെയാണ് ചിക്കാഗോയിൽ 1886 തൊഴിലാളികൾ സംഘടിച്ചത്. തൊഴിലാളികൾക്ക് മനുഷ്യനായി ജീവിക്കുവാനുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടമായിരുന്നു അത്. അങ്ങനെ ഈ ഒരു തൊഴിൽ രംഗത്തുള്ള പോരാട്ടത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് സഭ അതിൻ്റെ തൊഴിൽ മേഖലയിലുള്ള ദൈവശാസ്ത്രം ഈ റേരും നൊവാരും എന്ന പ്രബോധന രേഖയിലൂടെ നമ്മോട് പറഞ്ഞു തരിക. തൊഴിലാളികളുടെ ഒരു മാഗ്ന കാർട്ട, ഒരു ഉത്കൃഷ്ട ഗ്രന്ഥം, പ്രബോധനം എന്ന് ഈ റേരും നൊവാരും അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസക്തിയെപ്പറ്റി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മഹത്തായ ചാക്രിക ലേഖനം ലിയോ 13 മാർപ്പാപ്പ എഴുതുന്നത്. സഭയ്ക്ക് തൊഴിലിനോടുള്ള ദർശനത്തെപ്പറ്റി ചിന്തിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ട് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഓർമ്മ പ്രത്യേകമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ പ്രത്യേകമായി അദ്ദേഹത്തിൻ്റെ നീതിബോധവും കാരുണ്യവും പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് റേരും നൊവാരും എന്ന ആ പ്രബോധന രേഖയിൽ ലിയോ 13 മാർപ്പാപ്പ തൊഴിലിനെപ്പറ്റി വിചിന്തനം ചെയ്യുന്നത്. പ്രത്യേകിച്ച് മുതലാളിത്ത വ്യവസ്ഥിതിയെയും കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയെയും ഒരേപോലെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് സഭയുടെ തൊഴിലിനെ പറ്റിയുള്ള പ്രബോധനം അദ്ദേഹം ഈ രേഖയിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം വിവരിക്കുന്ന ഇതാണ്: ഓരോ തൊഴിലും സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തോടുള്ള ഭാഗഭാഗിത്വമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്, മഹാത്മ്യമുണ്ട്, മൂല്യമുണ്ട് എന്നൊക്കെയാണ് ലിയോ 13 മാർപ്പാപ്പ റേരും നൊവാരത്തിൽ നമ്മളെ പഠിപ്പിക്കുക. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലും തൊഴിൽ ചെയ്യുന്ന മേഖലകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ സമൂഹത്തിലുള്ള ഈ ചേരിതിരിവ്, ഉച്ചനീചത്വം ഒരു വിധത്തിലും സ്വീകരിക്കാനാവില്ല എന്നും നീതിപൂർവകമായ ഒരു പരിഗണന, തുല്യത സമൂഹത്തിൽ എന്നും പുലരണമെന്നും ലിയോ 13 മാർപ്പാപ്പ ഈ ഒരു വിപ്ലവാത്മകമായ പ്രബോധന രേഖയിൽ റേരും നൊവാരയിൽ എഴുതുന്നുണ്ട്. അതേസമയം തൊഴിലാളികൾക്ക് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളോടൊപ്പം തങ്ങൾക്ക് ആ തൊഴിൽ മേഖലയിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നും റേരും നൊവാരും എന്ന ഈ രേഖയിൽ ലിയോ 13 മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ 100ാം വാർഷികത്തിൽ വിശുദ്ധനായ ജോൺ പോൾ II പാപ്പ മറ്റൊരു ശ്രദ്ധേയമായ തൊഴിലിനെപ്പറ്റി വിചിന്തനം ചെയ്യുന്ന ഒരു പ്രബോധന രേഖ പുറപ്പെടുവിച്ചിരുന്നു. ലബോരം എക്സർസെൻസ് അഥവാ തൊഴിലിൻ്റെ മാഹാത്മ്യം എന്നാണ് ഈ ഒരു അപ്പോസ്തലിക് ലെറ്റർ, അപ്പോസ്തലിക പ്രബോധനത്തിൻ്റെ ടൈറ്റിൽ. അതിനെപ്പറ്റി വന്ന ഒരു കമൻട്രി, അമേരിക്കയിൽ നിന്നിറങ്ങിയ ഒരു കമൻട്രിയുടെ ടൈറ്റിൽ ഇപ്രകാരമാണ്: ഓ ഗാഡ്, ഇറ്റ്സ് മൺഡേ മോർണിംഗ് എഗൻ എന്ന്. ദൈവമേ, ദേ
തിങ്കളാഴ്ച രാവിലെയായി വീണ്ടും. പലപ്പോഴും തൊഴിലിനോടുള്ള തൊഴിലാളികളുടെ ആഭിമുഖ്യക്കുറവും അതിനോടുള്ള ഉത്സാഹക്കുറവുമൊക്കെയാണ് ഈ വ്യാഖ്യാനത്തിൽ പറയുക. ഓരോ തൊഴിൽ നാം ചെയ്യുമ്പോഴും അത് സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തോടുള്ള തുടർച്ചയാണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം, ദൗത്യം ഈ സൃഷ്ട പ്രപഞ്ചം കൂടുതൽ മനോഹരമാക്കി അടുത്ത തലമുറയെ ഏൽപ്പിക്കേണ്ട ദൗത്യമൊക്കെയാണെന്നും ലബോരം എക്സർച്ചൻസ് അഥവാ തൊഴിലിൻ്റെ മാഹാത്മ്യം എന്ന ആ രേഖയിൽ, തിരുവെഴുത്തിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രവാചകൻ്റെ ആകുലതയോടെ ഫ്രാൻസിസ് പാപ്പ ഈ ആധുനിക കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന ഒരുതരം നിസ്സംഗത മനോഭാവത്തെപ്പറ്റി ഈ അടുത്തിടെ പ്രസ്താവിച്ചതും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുക, ദർ ഈസ് ആൻ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, അതായത് നിസ്സംഗതയുടെ ഒരു ആഗോളവത്കരണം ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ വളരെ ആകുലമായ ഒരു മനസ്സോടുകൂടെ വ്യക്തമാക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ സന്തോഷം, ഇവഞ്ചലി ഗൗദിയം എന്ന അദ്ദേഹത്തിൻ്റെ അപ്പോസ്തലിക ലേഖനത്തിൻ്റെ 54-ാം ഖണ്ഡികയിൽ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: നിസ്സംഗതയുടെ ഒരു ആഗോളവത്കരണം വികസിച്ചു വന്നിരിക്കുന്നു. അതിനെപ്പറ്റി ബോധവാന്മാരാകാതെ നമ്മൾ ദരിദ്രരുടെ വിലാപത്തിൽ സഹതാപം തോന്നാൻ കഴിയാത്തവരും മറ്റുള്ളവരുടെ വേദനയിൽ നൊമ്പരമില്ലാത്തവരും അവരെ സഹായിക്കുക ആവശ്യമാണെന്ന് തോന്നാത്തവരുമായി മാറിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ തൊഴിലിൻ്റെ മേഖലയിൽ ഈ പരസ്പരമുള്ള ബന്ധവും മറ്റുള്ളവരുടെ കഷ്ടപ്പാടും വേദനയും യാതനയും നൊമ്പരവും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു ഉൾക്കാഴ്ച കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്, നിസ്സംഗതയുടെ ഒരു ആഗോളവത്കരണം, അതിന് പ്രത്യേകിച്ച് ക്രൈസ്തവരായ വിശ്വാസികളായ തൊഴിൽ മേഖലയിലുള്ള എല്ലാവരും കൂടുതൽ കരുതലോടെ പെരുമാറണം എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുക. അത് ഇവാഞ്ചലി ഗൗദിയം, സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ആ പ്രബോധന രേഖയുടെ 80-ാം ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ചിലപ്പോൾ ഒരുതരം ആപേക്ഷികവാദത്തിലേക്ക് നിബന്ധിച്ചിരിക്കുന്നു. ദൈവം ഇല്ലാത്തതുപോലെ പെരുമാറുക, ദരിദ്രരില്ലാത്തതുപോലെ തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവർ ഇല്ലാത്തതുപോലെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ അതിന് കരുതലോടെ പ്രവർത്തിക്കുവാൻ പ്രതിബദ്ധതയുള്ളവരായിരിക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ ഔസേപ്പിതാവ് ഒരു മരപ്പണിക്കാരൻ എന്ന നിലയ്ക്ക് കാണിച്ച ആ നീതിബോധം, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് കാണിച്ച കാരുണ്യത്തിൻ്റെ ആ ഒരു ജീവിത ശൈലി, പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ തൊഴിൽ മേഖലയിൽ എന്ന് മാത്രമല്ല, കുടുംബ സാഹചര്യത്തിൽ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ അത്യന്താപേക്ഷിതമായി വന്നിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി നാം പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക ഭാഗ്യപ്പെട്ട മാർ ഔസേപ്പെ എന്നാണ്. പ്രത്യേകിച്ച് ആ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നത്: ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പെ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ച ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു എന്നാണ് ആ സുന്ദരമായ പ്രാർത്ഥന തുടങ്ങുന്നത്. ഭാഗ്യപ്പെട്ട മാർ ഔസേപ്പെ. എന്താണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിലുള്ള ഭാഗ്യം? എപ്രകാരമാണ് അദ്ദേഹം ജീവിതത്തിൽ അനർത്ഥങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നിട്ടും നീതിബോധത്തോടുകൂടെ കാരുണ്യത്തോടുകൂടെ ജീവിച്ചത്? നമുക്കത് തീർച്ചയായും ആ വിചിന്തനം പ്രചോദനമാകും.
അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളുമാണ് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായത്. പ്രതിശ്രുത വധു അവർ വിവാഹത്തിൽ ഒരുമിച്ച് വരുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയായി കാണപ്പെടുന്നു. അപ്പോഴുള്ള ഈ മനുഷ്യൻ്റെ ആത്മസംഘർഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. പൂർണ്ണഗർഭിണിയായ ഭാര്യയും ഒരുമിച്ച് ബെത്ലഹേമിൽ എത്തുമ്പോൾ, ദാവീദിൻ്റെ പട്ടണത്തിലെത്തുമ്പോൾ, അതും സർക്കാരിൻ്റെ കൽപ്പന പൂർത്തിയാക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ പല സത്രത്തിൻ്റെയും വാതിലുകൾ മുട്ടിയിട്ടും ഒരു വാതിലും അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നില്ല. അപ്പോഴുള്ള ആ ഒരു കുടുംബനാഥൻ്റെ, ഒരു ഭർത്താവിൻ്റെ മാനസിക ക്ലേശം, ആത്മസംഘർഷം. കടിഞ്ഞൂൽ പുത്രന് ജന്മമേകുവാൻ ഈ കുടുംബനാഥന് കണ്ടെത്തുവാൻ സാധിച്ചത് ഒരു കാലിത്തൊഴുത്ത്. ഒരുപക്ഷെ ലോകത്തിൽ ഒരു കുടുംബനാഥനും സംഭവിക്കുവാൻ ഇടയില്ലാത്ത വലിയ ഒരു ആത്മസംഘർഷത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ജോസഫ് എന്ന ആ കുടുംബനാഥൻ ചെന്നുപെട്ടത്. എങ്കിലും ആ മനുഷ്യൻ കാരുണ്യത്തോടെ, ആരോടും പരിഭവവും പരിദേവനവും പരാതിയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. വീണ്ടും ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട്, ഭാര്യയെയും ചോരക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പ്രസവാലസ്യം വിട്ടുമാറാത്ത ഭാര്യയുമായി അവിടെ നിന്ന് പലായനം ചെയ്യുന്നു ഈ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ. വീണ്ടും കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും ഉത്തരവാദിത്വവും ഒക്കെ ആയിക്കൊണ്ട് ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ ദീർഘദർശിയുടെ പ്രവചനം, ഒരു വാൾ നിൻ്റെ ഹൃദയത്തെ ഭേദിക്കുമെന്ന് തൻ്റെ സഹധർമ്മിണിയോട്, ഭാര്യയോട് പറയുന്നത് കേട്ടു നിൽക്കുവാൻ ഇടയാകുക. ബാലനായ യേശു ദേവാലയത്തിൽ തിരുനാളിന് പോകുമ്പോൾ അവരുടെ ആ പൊന്നോമന പുത്രൻ കാണാതാകുന്നു. അന്വേഷിച്ച് ത്യാഗത്തോടുകൂടെ കണ്ടെത്തുമ്പോൾ ഒരു വാക്ക് പോലും ഉരിയാടാതെ, എന്നാൽ ഉത്കണ്ഠയും ആകാംക്ഷയും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഈ മനുഷ്യൻ ജീവിക്കുന്നു. എന്നിട്ടും ഈ ഉത്കണ്ഠകളുടെ നിരന്തരമായ നീണ്ട പട്ടികകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നാം അദ്ദേഹത്തെ വിളിക്കുക ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പെ. എന്നും നീതിബോധത്തോടുകൂടെ ജീവിക്കുന്ന മനുഷ്യൻ, എന്നും ഹൃദയത്തിൽ കാരുണ്യവും സ്നേഹവും കരുതലും കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി. എപ്രകാരം വിശുദ്ധ യൗസേപ്പ് പിതാവിന് തൻ്റെ ജീവിതത്തിൽ ഈ കാരുണ്യത്തിൻ്റെ ജീവിത ശൈലിയും ഒരിക്കലും അണുവിട വിട്ടുമാറാത്ത നീതിബോധവും കാത്തുസൂക്ഷിക്കുവാൻ സാധിക്കുന്നു. ഒന്ന്, തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധ പദ്ധതിയാണെന്ന് ആ മനുഷ്യൻ തിരിച്ചറിയുന്നത് കൊണ്ടാകാം. നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. പലപ്പോഴും നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കുടുംബത്തിൽ, വ്യക്തിഗത ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇവ ദൈവത്തിൻ്റെ നിശ്ചയമാണെന്ന്, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഒരുപക്ഷെ എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഞാൻ കാണാത്ത വിധത്തിലുള്ള ഒരു കാര്യത്തിനായി ദൈവം വഴിയൊരുക്കുന്നതാണോ എന്ന് എനിക്ക് ചിന്തിച്ചെടുക്കാനാകുമോ? വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറയുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി, അവിടുത്തെ കരുണാർദ്രമായ സ്നേഹം, അവിടുത്തെ പരിപാലനയുടെ പാത, അത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിക്കുക. അദ്ദേഹം നിദ്രയിലായിരിക്കുമ്പോഴും തൻ്റെ മനസ്സ് ദൈവവുമായി ഒരുമിച്ചാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ തിരുച്ചിത്തം തിരിച്ചറിയുവാൻ ഈ കുടുംബനാഥൻ പരിശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണെന്ന് തിരിച്ചറിയുകയും ആ വിശുദ്ധ പദ്ധതി അനുസരിച്ച് സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ആ മനുഷ്യന് മറ്റൊന്നും നോക്കേണ്ടി വരുന്നില്ല. നീതിബോധത്തോടുകൂടെ, കാരുണ്യത്തോടുകൂടെ ജീവിതം തുടർന്ന് പോകുവാനാകുന്നു.
അപ്പോൾ ഒന്നാമതായി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാൻ സാധിക്കുക, എന്നും ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജീവിത ശൈലി സൂക്ഷിക്കാനാകുക. മൂന്നാമതായി ആരോടും പരിഭവവും പരിദേവനവുമില്ലാതെ ഇങ്ങനെ നിശബ്ദതയിലുള്ള ഒരു ധന്യജീവിതം നയിക്കാനാകുമോ? മകനെ കാണാതാകുന്ന അവസരത്തിൽ അതുപോലുള്ള ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ എന്തായിരിക്കും ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്കുള്ള പ്രതികരണം? ഒരു കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രതികരണം പ്രശ്നമായി, പ്രതിസന്ധിയായി, ഒച്ചപ്പാടായി, ബഹളമായി. പക്ഷെ ഇവിടെ ഒരു കുടുംബനാഥൻ ആത്മസംയമനത്തോടുകൂടെ എല്ലാം നിശബ്ദതയോടെ സ്വീകരിക്കുകയും മറ്റ് മനുഷ്യരെ, മറ്റു വ്യക്തികളുടെ ചിന്താധാരകളും പ്രവർത്തനവുമെല്ലാം അവരായിരിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധ്യതമാകുന്നു. ഇതാണ് വിശുദ്ധ ഔസേപ്പിതാവ് പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ഒച്ചപ്പാടും ബഹളവും നിലനിൽക്കുന്ന ഒരു സംസ്കാരം എങ്ങും ഉള്ള അവസരത്തിൽ, ഇത്രയും പ്രതിസന്ധികളുടെ അവസരത്തിൽ, പെട്ടെന്ന് പൊട്ടിത്തെറികൾക്കുള്ള സാധ്യതകളുള്ള അവസരത്തിൽ ആത്മസംയമനത്തോടെ, ക്ഷമയോടെ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് മാതൃകയായി മാറുന്നു. ഈ ഒരു ആത്മസംയമനത്തിൻ്റെ പാത എനിക്ക് എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ പ്രയാസങ്ങളുടെ മറ്റുള്ളവർക്ക് അവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാകുമോ എന്നതാണ് വളരെ പ്രസക്തമായ ചോദ്യം. വിശുദ്ധ ഔസേപ്പിതാവിനെ പറ്റി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പുറപ്പെടുവിച്ചിട്ടുള്ള രക്ഷകൻ്റെ സംരക്ഷകൻ എന്ന ഒരു അപ്പോസ്തോലിക പ്രബോധനമുണ്ട്. അതിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ലൂമൻ ജെൻസിയും അഥവാ ജനതകളുടെ പ്രകാശം എന്ന ആ പ്രബോധന രേഖയെ ഉദ്ധരിച്ച് മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യവും ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുന്നവരും കാത്തു സൂക്ഷിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് മറിയം വിശ്വസിച്ചതുപോലെ തന്നെ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് രക്ഷകൻ്റെ മാതാവിനോട് പറഞ്ഞ വാക്കുകൾ യൗസേപ്പിതാവിനെയും പറ്റി പറയാം എന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ രക്ഷകൻ്റെ സംരക്ഷകൻ റിഡംതോറിസ് കുസ്തോസ് എന്ന അപ്പോസ്തോലിക പ്രബോധനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വിശുദ്ധ യൗസേപ്പിതാവും പരിശുദ്ധ കന്യകാ മാതാവിനെ പോലെ വിശ്വസിക്കുന്നു. അടിയുറച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ തൻ്റെ ജീവിതം, അതും നിർണായക ഘട്ടങ്ങളിൽ പോലും, പ്രതിസന്ധികളുടെ അവസരങ്ങളിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മസംയമനത്തോടുകൂടെ എന്നാൽ എന്നും കാരുണ്യവും നീതിബോധവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നു. അതിൽ വിജയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗ്യപ്പെട്ട മനുഷ്യനായി മാറുന്നു. യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. ദൈവം തൻ്റെ ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനുള്ള ഒരു തീരുമാനം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പിതാവ് ഞങ്ങൾക്ക് നൽകുന്ന മാതൃക, പ്രത്യേകിച്ച് ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നീതിബോധത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിലും മറ്റ് ജീവിത സാഹചര്യങ്ങളിലും കാരുണ്യത്തോടുകൂടെ എന്നും പ്രവർത്തിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എന്നും അങ്ങയുടെ പ്ലാനും പദ്ധതിയും തിരിച്ചറിയുവാനും, എന്നാൽ അങ്ങയോടെന്നും ആത്മാർത്ഥമായി ബന്ധപ്പെട്ടുകൊണ്ട്
അങ്ങയുടെ തിരുച്ചിത്തത്തിൻ്റെ പൂർത്തീകരണമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചുവിടുവാനും ഇടയാക്കണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മസംയമനത്തോടെ, ക്ഷമയോടെ, സ്നേഹത്തോടു കൂടെ മറ്റുള്ളവർ അവരായിരിക്കുന്ന വിധത്തിൽ തിരിച്ചറിയുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് തരയണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ തൊഴിലും ദൈവം നൽകിയിട്ടുള്ള സൃഷ്ടാവായ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തോടുള്ള പങ്കുചേരലാണ്. ഓരോ തൊഴിലിനും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്, മഹത്വമുണ്ട്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചേരിതിരിവും കാണിക്കാതെ, ഒരു ഉച്ചനീചത്വവും മനസ്സിൽ സൂക്ഷിക്കാതെ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ ഈ നീതിബോധം നമ്മുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.